ഹലോ ഗായ്സ്, അപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂട് ഒട്ടും സഹിക്കാൻ വയ്യ. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റഗ്രാം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, വാട്ടർമെലൺ സ്ലഷി ഉണ്ടാക്കാം. കമോൺ ഗായ്സ്, അത്യാവശ്യം മധുരമുള്ള ഒരു തണ്ണിമത്തൻ എടുക്കുക. ഞാനൊരു തണ്ണിമത്തൻ മുറിക്കുന്ന കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തണ്ണിമത്തൻ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി വെക്കണം. ഞാൻ കുറച്ച് വലിയ പീസാക്കിയാണ് വെച്ചത്, പക്ഷേ അതിനേക്കാളും ചെറിയ പീസാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ട് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കണം. ഓവർനൈറ്റ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് 2 or 3 hours വെച്ചാൽ ചിലപ്പോൾ ഇത് നേരെ സെറ്റായി കിട്ടണം എന്നില്ല. സോ ഇത് ഓവർനൈറ്റ് വെക്കണം. നെക്സ്റ്റ് ഡേ ആകുമ്പം ഇത് നല്ല ഐസ് പോലെ ആവും, ഏകദേശം ഈ പരുവം. അതിനുശേഷം ഇങ്ങനത്തെ ഒരു സാധനം കാണുമല്ലോ, നമ്മൾ വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണേ. ഇതിൻ്റെ വലുതുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കിവിടെ ചെറുതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറുതെടുത്തു. എന്നിട്ടൊരു കുറച്ചുകൂടെ വലിയൊരു കണ്ടെയ്നർ ആണെങ്കിൽ കൊള്ളായിരിക്കും, നമുക്ക് ചെത്തിയിടാൻ നല്ല എളുപ്പമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പം നല്ല കൈയൊക്കെ നല്ല തണുത്ത് മരച്ച ഒരു പെയിനുണ്ടാവും, പക്ഷെ മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓരോ തരിയായിട്ട് ഇങ്ങനെ വാട്ടർമെലൺ ഇങ്ങനെ ഐസ് വീഴും പോലെ വീണുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ വലിയ പാത്രം എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലായിടത്തും തെറിക്കും. അപ്പം കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇത് ഇത്രയും മെസ്ഡപ്പ് ആവത്തില്ല. ആക്ച്വലി ഇത് കുറച്ച് സ്ട്രെസ്ഫുൾ ജോബാണ്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് നമ്മൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കൊരു റിക്വയർഡ് എമൗണ്ട് കിട്ടിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നല്ല ഒരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തിട്ട വാട്ടർമെലൻ്റെ ഇതിടാം. അതിനുശേഷം നിങ്ങൾക്ക് ഷുഗർ ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, എനിക്ക് ഷുഗർ വേണ്ടാത്തതുകൊണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ച ചിയ സീഡ്സും കൂടെ എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻറ്റ് ഒന്ന് അടിച്ചിടാം. അപ്പോൾ പ്രസൻറ്റേഷനും ഒരു നല്ല ലുക്ക് കിട്ടും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഗൈസ്, വാട്ടർമെലൺ സ്ലഷി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിച്ചു നോക്കാം. നല്ല ഐസ് കുടിച്ച പോലത്തെ ഒരു ഫീലുണ്ട് നമുക്ക്, നല്ല റിഫ്രഷിങ്ങും ഉണ്ട്. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ.